ലുക്ക്, എൻ്റെ ഫോൺ ആപ്പിൾ, ബാഗ് പ്രാഡ ആൻഡ് ഷൂ അർമാണി. അപ്പം നിന്റെ ഇക്വിറ്റി ഫണ്ട്സോ 100% മെയ്ഡ് ഇൻ ഇന്ത്യ. അതെ, അതിനിപ്പോൾ എന്താ? ചില ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സിന് നല്ല ഗ്ലോബൽ എക്സ്പോഷറും തരാൻ പറ്റും. ശരിക്കും? അതെ, കാരണം അവർക്ക് 3 മേജർ ബെനിഫിറ്റ്സ് കിട്ടും. ഒന്ന്, ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ. ഡിഫറെൻറ്റ് എക്കണോമീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫണ്ട് അതിൻ്റെ റിസ്ക് സ്പ്രെഡ് ചെയ്യും. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് വീണ അടുത്തത് അതിനെ ബാലൻസ് ചെയ്യും. സെക്കൻഡ്, ഗ്ലോബൽ ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ. ആമസോൺ, മെറ്റ, എൻവിഡിയ പോലുള്ള എല്ലാ ടോപ്പ് ഗ്ലോബൽ കമ്പനീസും ഇന്ത്യയുടെ പുറത്താണ് ബേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ കമ്പനീസിന്റെ പാർട്ടായ അവരുടെ ഗ്രോത്തിൻ്റെ കൂടെ നമ്മുടെ ഫണ്ടിനും ഗ്രോ ചെയ്യാം. തേർഡ്, കറൻസി ഡൈവേഴ്സിഫിക്കേഷൻ. ഇനി ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറഞ്ഞാൽ നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിന് ഇന്ത്യയിലെ മൂല്യം കൂടും. അപ്പോൾ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സിന് ഫ്രീ ആയിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, RBI അതിനൊരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ടോട്ടൽ $7 ബില്യൺ ഇൻഡസ്ട്രി വൈഡ് ക്യാപ്പ്. ഫോർ AMC $1 ബില്യൺ ക്യാപ്പ്. ETF-കൾക്ക് സെപ്പറേറ്റ് $1 ബില്യൺ ക്യാപ്പ്. നല്ല ഫോറിൻ എക്സ്പോഷർ ഉള്ള കുറച്ച് ഇക്വിറ്റി ഫണ്ട്സ് ഇതാണ്. നോട്ട് ദാറ്റ് നമ്മളിവിടെ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ഫോർ മോർ സച്ച് ഇൻഫർമേഷൻ ഫോളോ ഗ്രോ മലയാളം.